കാസർഗോഡ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശ മഹോത്സവത്തിനെത്തിയത് പതിനായിരങ്ങൾ. നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമായി. കലശകുംഭങ്ങൾക്കൊപ്പം ആർപ്പുവിളി തീർത്ത പുരുഷാരങ്ങൾക്കിടയിൽ ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നു. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വടക്കൻ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായ നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. പതിനായിരങ്ങളാണ് കലശ മഹോത്സവത്തിനെത്തിയത്. രാവിലെ നട തുറന്നതോടെ ഉഷപൂജയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രസ്ഥാനികന്മാർക്കും പട്ടേനയിലെ 3 നമ്പൂതിരി ഇല്ലക്കാർക്കും അരി അളന്നു നൽകി. സന്നിധിയിൽ ഈ സമയം പന്തീരടി പൂജയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിനിടെ കളരിക്കാലിൽ നിന്ന് ചക്കയും തേങ്ങയും അടങ്ങുന്ന കാഴ്ച എത്തി. ഇതിൽ നിന്ന് 2 ചക്ക ഉപയോഗിച്ച് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു. പിന്നീടാണ് കോതുകലശം നടന്നത്. തുടർന്ന് ദേവതമാരുടെ കോലം ധരിക്കുന്ന 4 തെയ്യക്കാർ നടയിൽ പ്രാർത്ഥന നടത്തി. ഇതിനുശേഷം ദേവതമാരുടെ കോലം ധരിക്കാൻ അവർ അണിയറയിലേക്ക് നീങ്ങി. 1:30 ഉച്ചപൂജയ്ക്ക് തുടക്കം കുറിച്ചു. പൂജ കഴിഞ്ഞതോടെ എറുവാട്ടച്ചൻ തേങ്ങ ഒപ്പിച്ചു. തുടർന്ന് കണിശൻ കുട സമർപ്പിച്ച് സമയം കുറിക്കുന്നതിനുള്ള ചടങ്ങുകൾ തുടങ്ങി. ഇതിനകം തന്നെ തെക്കേ കളരി, വടക്കേ കളരി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ കലശക്കാർ ക്ഷേത്രസന്നിധിയിൽ ആർപ്പുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും കടിഞ്ഞത്തൂർ ആരിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മീൻകോവയും എത്തി. കാളരാത്രിയുടെയും ക്ഷേത്രപാലകന്റെയും നടയിൽ ഭഗവതിയുടെയും കൈക്ലോൺ തെയ്യത്തിന്റെയും കോലധാരികൾ തിരുമുടി അണിയുന്നതിനായി സന്നിധിയിലെത്തി. 4:50 ആകുമ്പോഴേക്കും കൈകൂപ്പി നിന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദേവതമാരുടെ തിരുമുടി ഉയർന്നു. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസ് കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയത്. നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശോത്സവത്തോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.